Hi friends, in this video I will share a tasty Nadan Neychoru recipe. സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെയല്ല ചെറിയ പ്രത്യേകതയുണ്ട് ഇതിനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ? ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യും ഓയിലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നെയ്യിൽ തന്നെ ചെയ്യാം. നെയ്യില്ലാണ്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കപ്പ് അരിയിലാണ് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സവാള ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ട് ഒന്നിച്ചങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്തിട്ട് സവാള പിന്നെ ചേർത്ത് കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു 2 കഷ്ണം പട്ട, ഒരുപാടില്ല, ഒരു വലിയ കഷ്ണം ഒരു ചെറിയ കഷ്ണമാണ്. പിന്നെ ഒരു 5 ഏലക്ക, ഒരു 5 ഗ്രാമ്പു ഇത്രയും ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ക്യാരറ്റൊന്നും ചേർത്തിട്ടില്ല. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടുമാണ് കാണിക്കുന്നത്. എന്നാൽ നല്ല നെയ്ച്ചോറിൻ്റെ നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ അളന്നിട്ട് വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുള്ള അരിയാണിത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ജീരകശാല ഏത് റൈസിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീയെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ചെറിയ തീയിലാക്കിയിട്ടൊന്ന് അടച്ച് വെക്കാം. വെള്ളം തിളക്കുന്ന അരി ഇട്ടതിന് ശേഷം തിളക്കുന്ന സമയം വരെ നല്ല തീ തന്നെ വെക്കുക. പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. എന്നാലേ ശരിക്കും നമുക്ക് ചോറ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഇലയാണ് ചേർക്കുന്നത് കേട്ടോ. ഇത് അധികം ആൾക്കും അറിയുണ്ടാവും. രമ്പയില എന്നാണ് പറയുക. ശരിക്കും ഇതിന് ചോറ്റുകഴുത എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ബിരിയാണി ഇല ചോറ്റുകഴുത എന്നൊക്കെ പറയാറുണ്ട്. രമ്പയിലാണ് ശരിക്കും. അപ്പോൾ ഇത് ഇതുപോലെ ചുരുട്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 ഇല എടുത്തിട്ടുണ്ട്. കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചുരുട്ടി നമ്മൾ കുറച്ച് സമയം വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് വിളമ്പി എടുക്കുന്ന സമയത്ത് മാത്രം ഇല എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഇലക്ക്. നമ്മുടെ നല്ലൊരു നെയ്ച്ചോറിൻ്റെ മണമാണ്. ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.